കുറച്ച് മുത്തഅല്ലിമീങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ഒരു വയലിൽ ചെമ്പാട് ഭാഗത്ത് സമസ്തയുടെ പോഷക ഘടകത്തിൻ്റെതെന്ന പേരിൽ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്നു. സയ്യിദ് അവറുകൾ പങ്കെടുക്കാത്തതോടുകൂടി തന്നെ അത് കേവലം ഒരു മീറ്റിംഗായി മാറിയെന്ന് പറയാതെ വയ്യ. എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ സ്ഥാപനത്തിലെ അധ്യാപകൻ കൂടിയാണ് സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. പക്ഷേ അവരുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരിൽ നടത്തിയ ഒരു പരിപാടി, തിരുത്ത് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവർകളെ അതുപോലെ സമസ്തയുടെ മുഷാവറ അംഗങ്ങളെയൊക്കെ പച്ചക്ക് വലിച്ചു കീറി കൊത്തിത്തിന്നുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നു. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ആ സ്ഥാപനത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല എന്നാണ് അറിവ്. ഇതിന്റെ മുൻപ് ഒരിക്കൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് അതിന്റെ ഒരു ആശയം ഇങ്ങനെ വായിച്ചെടുക്കാം: തൻ്റെ നിലയും വിലയും ഒന്ന് മനസ്സിലാക്കാത്തിടത്തേക്ക് തൻ്റെ ഷെയ്ഖുന തന്നെ എത്തിക്കുകയില്ല, തന്നെ ഫളീഹത്തിലാക്കുകയില്ല എന്ന ഒരു കാര്യം, ഒരു ആശയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഇന്നലത്തെ ആ പരിപാടിയിലേക്ക് എത്താത്തത് പോലും അങ്ങനെയായിരിക്കുമോ എന്ന് തോന്നിപ്പോവുകയാണ്. ആ പ്രസ്ഥാനത്തിന്റെയും ആ സ്ഥാപനത്തിന്റെയും ഒക്കെ സ്ഥാപക ശില്പികളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, അവരുടെയൊക്കെ ആ സാന്നിധ്യത്തിൽ, ചെറുശ്ശേരി ഉസ്താദിന്റെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ഒരു പോഷക ഘടകത്തിൻ്റെതെന്ന പേരിൽ വെച്ച പരിപാടി മുഴുവൻ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും രാഷ്ട്രീയവൽക്കരണത്തിനും വേണ്ടി വിനിയോഗിച്ച ദൗർഭാഗ്യകരമായ സംഭവം വല്ലാതെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു. ഉലമാക്കളും ഉമറാക്കളും ഈ ദീനിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കാണ് തർക്കമുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു വച്ച ആ ഒരു അധ്യാപനത്തിന്റെ കാര്യത്തിൽ ആർക്കും ഇവിടെ തർക്കമില്ലല്ലോ. പിന്നെ ഉലമാക്കൾ ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ നമുക്കിടയിലുണ്ട്. എന്നാൽ ഉമറാക്കൾ എന്നാൽ ആരാണ് എന്നതിനെക്കുറിച്ചും നമുക്കൊരു നിർവചനം ആവശ്യമില്ലേ? ആരാണ് ഉമറാക്കൾ? ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്നവർ മാത്രമാണെന്നാണോ ചിലർ ധരിച്ചു വച്ചിട്ടുള്ളത്? ആ ഒരു ആംഗിളിലേക്കാണോ ജനങ്ങളെ അവർ തിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസിൻ്റെ വാചകങ്ങളെ, അതുപോലെ വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങളെയൊക്കെ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിലേക്ക് മാത്രം ചുരുക്കി കിട്ടുന്നതാണോ? വല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഉമറാക്കൾ ആരാവണം? അള്ളാഹുവിൻ്റെ പള്ളിയും മദ്രസയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ലത്തിൻ്റെ സംവിധാനം നോക്കി നടത്തേണ്ടവരാരാ? ആ മഹല്ലത്ത് സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മസ്ജിദാണല്ലോ. അതിൻ്റെ പരിപാലകരെ കുറിച്ച് അള്ളാഹു എന്താണ് ഖുർആനിലൂടെ പറഞ്ഞത്? ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമസ് സ്വലാത്ത വ ആതസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. 5 ക്വാളിറ്റി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ക്വാളിറ്റി ആരിലാണോ നിക്ഷിപ്തമായിട്ടുള്ളത് അവർക്കാണ് അള്ളാഹുവിൻ്റെ പള്ളി പരിപാലനത്തിനും അള്ളാഹുവിൻ്റെ ദീന് നടത്തിക്കൊണ്ടുപോകാനുമൊക്കെ ധാർമ്മികമായ അവകാശം അള്ളാഹുവിൻ്റെ ദീന് വകവെച്ചു കൊടുക്കുന്നത്. ആ ക്വാളിറ്റി ഉള്ളവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാകണമെന്ന് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? രാഷ്ട്രീയമുള്ളവരാവട്ടെ ഇല്ലാത്തവരാകട്ടെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, അതിലൊക്കെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, ഇന്നലെ ഉമറാക്കളുടെ കൂട്ടായ്മ എന്ന പേരിൽ മഹല്ല് സംവിധാനങ്ങളെ ശാക്തീകരിക്കാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു പരിപാടി എന്നതിൻ്റെ പേരിൽ നടത്തിയ പരിപാടിയിൽ ഉടനീളം നടന്നത് രാഷ്ട്രീയമല്ലാതെ, കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചുരുക്കിക്കെട്ടിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളല്ലാതെ എന്താണ് അവിടെ നടന്നിട്ടുള്ളത്? ആമുഖ പ്രഭാഷണം നോക്കൂ. ഇന്ത്യയിലെ മുസ്ലിംകൾക്ക്, ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയെ ഇങ്ങനെ പറയുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയോട് മുസ്ലിംകൾക്ക് ആഭിമുഖ്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ ഒരു പാർട്ടിയുടെ ലൈനിൽ തന്നെ മതസംഘടനകൾ മുഴുവനും ചലിക്കണമെന്ന് വാശി പിടിച്ചാൽ, ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ദുആ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ദുആ ചെയ്ത പ്രസ്ഥാനത്തിന്റെ മഹത്വവും അതിന്റെ പവിത്രതയുമാണോ ഇന്ന് നിലനിൽക്കുന്നത് എന്നതുകൂടെ ചിന്തിക്കേണ്ടതില്ലേ? സാത്വികരായ നേതൃത്വം ഉണ്ടായിരുന്ന ഒരു കാലം അവർക്ക് മറ്റെന്തിനേക്കാളും ഭൗതിക സൗകര്യങ്ങളെക്കാൾ, അധികാരങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു. തഖ്വയും ഇഖ്ലാസുമുള്ള, വറഉള്ള, സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉമറാക്കൾ, ഇവരുടെയൊക്കെ സംഘടിത കൂട്ടായ്മയായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നു വന്നപ്പോൾ അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദുആ ചെയ്തു എന്നതല്ലാതെ, എല്ലാ കാലത്തും ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെയും അത്തിപ്പറ്റ ഉസ്താദിൻ്റെയും ഒക്കെ ദുആയിലേക്ക് ഒരു പ്രസ്ഥാനത്തെ ചേർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ തുടർ കാലങ്ങളിൽ വന്നുപോയ ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ടവരും നേതാക്കളുമൊക്കെ പൂർവികരുടെ അതേ പാത പിൻപറ്റിയവരാകേണ്ടേ? അപ്പോഴല്ലേ അതിന് ദുആഇന് ഉത്തരം കിട്ടുകയുള്ളൂ. ഇന്ന് അങ്ങനെയാണോ ഉള്ളത്? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ പരിച്ഛേദമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഉമറാക്കൾ എന്ന് പറയുന്ന പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുക? സമസ്തയുടെ സംവിധാനങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്നവർ, അതിന് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കാൻ
പുറത്താക്കാൻ വേണ്ടി പണിയെടുക്കുന്നവർ, അവരോട് പകപോക്കുന്നവർ, ഇത്തരക്കാരായ ആളുകളൊക്കെയാണ് ഉമറാക്കൾ എന്ന് പറയുന്ന പരിധിയിലേക്ക് നിർവചിക്കപ്പെടുന്നതെങ്കിൽ വളരെ ഖേദകരമല്ലേ? മുസ്ലിം ബഹുജന സാമാന്യത്തെ ഉൾക്കൊള്ളുന്ന സുന്നി സമൂഹത്തെ രണ്ടായി പിളർത്തുന്നതിന് വേണ്ടി നേതൃപരമായ ഗൂഢാലോചനകൾ നടത്തി അതിനുവേണ്ടി പണിയെടുത്തവർക്ക് വേണ്ടിയാണോ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ദുആ ചെയ്തത്? ചില അപ്രിയ സത്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇനിയും മറച്ചു വെക്കാതെ നമുക്ക് പറയേണ്ടി വരും. എത്ര സുശക്തമായ നിലക്ക് സുന്നി സമൂഹം ഇവിടെ തഴച്ചു വളരുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും സുന്നി സമൂഹത്തിന്റെ വളർച്ചയിൽ വിറളി പൂണ്ടവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വാടകയ്ക്കെടുത്തുകൊണ്ട് സുന്നികളോട് പകപോക്കുന്നതിന് വേണ്ടി ഈ സമുദായത്തെ വളർത്താൻ വേണ്ടി നിന്നപ്പോൾ അതിന് ഏണി വെച്ചു കൊടുത്തവർ, അവരെയാണോ ഇനിയും സമുദായം ഉമറാക്കളെന്ന് വിശേഷിപ്പിക്കേണ്ടത്? അവർക്ക് വേണ്ടിയാണോ മഹല്ലുകളിൽ നമ്മൾ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത്? അവർക്ക് ആ പണിയെടുക്കുന്നതിന് വേണ്ടിയാണോ മഹല്ലുകളിൽ നിന്ന് നമ്മൾ കാശ് സംഭരിച്ചു കൊടുക്കേണ്ടത്? മറ്റൊരു ആമുഖ പ്രഭാഷകൻ പ്രസംഗിച്ചത് മലബാറിലെ ഒരു പള്ളിയിൽ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കൊണ്ടുവരികയും അദ്ദേഹം ഖുതുബ നിർവഹിക്കുകയും ആ പള്ളിയിൽ ജുമുഅ നിസ്കാരത്തിന് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്തു എന്നതാണ്. അതിലെന്താണ് പ്രിയപ്പെട്ടവരെ ഇത്ര ആശ്ചര്യമുള്ളത്? ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലക്കാണോ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കൊണ്ടുവന്നത്? സൂഫി സമാനമായ ജീവിതം നയിച്ചിരുന്ന, അതിസൂക്ഷ്മമായ ഇഖ്ലാസിലും തഖ്വയിലും തന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ത്യാഗി വര്യൻ, സാഹിദ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർന്ന മഹാൻ. അത്തരം മഹാത്മാക്കൾ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ യോഗ്യരല്ലേ? അവരെ കൊണ്ടുവന്നു, അവർ ഖുതുബ നിർവഹിച്ചു. അതിലെന്താണ് തെറ്റുള്ളത്? 1960കളിൽ ചൈനയുമായി നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവം, പ്രധാനമന്ത്രിക്ക് കത്തെഴുതി തൻ്റെ മകനെ ഇതാ രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്യാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും ഒരു മുസ്ലിം എന്ന ഐഡന്റിറ്റിയിലും സ്വത്വബോധത്തിലും അസ്തിത്വത്തിലും നിന്നുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു മഹാമനീഷി. ആ ത്യാഗീവര്യന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സമ്പാദ്യം എത്രയായിരുന്നു? യുദ്ധങ്ങൾ നടക്കുന്ന വേളകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്റെ വരുമാനത്തിൽ നിന്ന് രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് അയച്ചു കൊടുത്തിരുന്ന മഹാൻ. അത്രമേൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഖായിദ മില്ലത്തും ബാഫഖി തങ്ങളുടെ ചരിത്രം നമുക്ക് പറയേണ്ടതില്ല. പച്ചവെള്ളം പോലെ നമുക്കറിയാവുന്ന ചരിത്രം. ആ മഹാനായ ബാഫഖി തങ്ങളുമൊക്കെ ഖുതുബ നിർവഹിച്ചു, ഇമാമത്ത് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാരമ്പര്യത്തിലേക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും കുട്ടികളെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പണ്ഡിതന്മാർ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരല്ല എന്നതിൻ്റെ പേരിൽ അവരെ പുറത്താക്കാനും ജോലി കളയാനും അന്നം മുട്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സമീകരണം ശരിയാവുക? ഇങ്ങനെ രാഷ്ട്രീയ പ്രസംഗമല്ലാതെ അവിടെ എന്താണ് കാതലായി നടന്നിട്ടുള്ളത്? മറ്റൊരു സയ്യിദ് അവിടെ കയറി വന്നുകൊണ്ട് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതാണ് അദ്ദേഹം അവിടെ പ്രസ്താവിച്ചു പോയത്. ഉമറാക്കളെ വിളിച്ചുകൂട്ടി നടത്തുന്ന ഒരു പരിപാടിയിൽ അവർക്ക് അല്ലാഹുവിൻ്റെ ദീന് കൊണ്ടുപോകാൻ മഹല്ലത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ട നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ നൽകുന്നതിനു പകരം അവിടെയും നടന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗമല്ലേ? കാസർഗോഡ് ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന വിധേയനായ ഒരു തങ്ങൾ, അദ്ദേഹം ഐക്യത്തെക്കുറിച്ചൊക്കെ വല്ലാതെ പ്രസംഗിച്ചു. ഈ ചേർത്തുനിൽപ്പിൻ്റെയും ചേർത്തുവെപ്പിൻ്റെയും ഒക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറി നിന്ന ബഹുമാനപ്പെട്ട സ്വതഖത്തുള്ള ഉസ്താദിനെ ഉദാഹരിക്കുകയുണ്ടായി. മസ്അല സംബന്ധിയായ ഒരു വിഷയത്തിനാണ് ബഹുമാനപ്പെട്ടവർ പുറത്തു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും എത്ര കാലം നമ്മൾ സമൂഹത്തെ വഞ്ചിക്കും? അതിൻ്റെ യഥാർത്ഥ കാരണം അതാണോ? രാഷ്ട്രീയക്കാരുടെ പകപോക്കലിന് വിധേയനായിട്ടല്ലേ ബഹുമാനപ്പെട്ട സ്വതഖത്തുള്ള ഉസ്താദ് ആ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടായത്? ഈ അപ്രിയ സത്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങളിങ്ങനെ പറയിപ്പിക്കണോ? നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ പരിപാടികളുമായി വെല്ലുവിളികളുമായി സമുദായത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മുൻപോട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശ്യമെങ്കിൽ തീർച്ചയായും അത്തരം അപ്രിയ സത്യങ്ങളൊക്കെ നമുക്ക് സമുദായത്തോട് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരും. ഏറ്റവും ഒടുക്കം നടന്ന പ്രധാനപ്പെട്ട പ്രഭാഷണം മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന ചിന്ത കൊണ്ടുവന്നത് തന്നെ, സമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത് തന്നെ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകളോട് ബദ്ധവൈരികളായി കേരളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരോടും ഡബിൾ കോമയിലിട്ടുകൊണ്ട് പറയേണ്ട ഉമറാക്കളോടുമുള്ള ചോദ്യം ഇതാണ്: ഏത് കമ്മ്യൂണിസത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്? ഹലാലായ കമ്മ്യൂണിസവും ഹറാമായ കമ്മ്യൂണിസവും നമുക്കുണ്ടല്ലോ. നമ്മൾക്ക് കേരളത്തിൽ ഹറാമായ കമ്മ്യൂണിസം, നമ്മൾക്ക് തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ അത് ഹലാലായി വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിസത്തെ ചെറുക്കുകയും എതിർക്കുകയും ഒക്കെ പറയുമ്പോൾ തന്നെ ആ ചെറുത്തുനിൽപ്പ് നടത്തുന്ന നേതാക്കൾ തന്നെ നേരെ ബോർഡർ കടന്ന് സംസ്ഥാനം മാറിയാൽ ഈ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് ശക്തി പകരുന്ന
ഒരു പ്രസ്ഥാനമാണ്, അതിന് അനിവാര്യമാണ് കമ്മ്യൂണിസം എന്ന് ഫത്വ കൊടുക്കുന്ന തലത്തിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് കമ്മ്യൂണിസത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ മഹല്ലുകളെ പ്രതിനിധീകരിക്കുന്ന ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായ മഹല്ലത്തുകളെ പ്രതിനിധീകരിച്ചു വന്ന നേതാക്കളോട് അതൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അങ്ങനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. കാരണം കേരളത്തിൽ മാത്രമല്ല സമസ്തയുടെ മഹല്ലുകൾ ഉള്ളത്, തമിഴ്നാട്ടിൽ മഹല്ലുകളില്ലേ? മഹല്ലുകളുടെ ഒരു കോർഡിനേഷൻ എന്ന നിലക്ക് ഒരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ ഒരു നാട്ടിൽ ഒരു നിയമവും മറുനാട്ടിൽ മറ്റൊരു നിയമവും. ഇതിന്റെ പേര് നിഫാഖ് എന്നല്ലേ? ഇതിന്റെ പേര് കാപട്യം എന്നല്ലേ? സുന്നികൾ പിളരാനുള്ള ഒരു കാരണം പോലും കമ്മ്യൂണിസത്തിന്റെ ലേബലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവർ ഉമറാക്കളുടെ പവിത്രമായ പാരമ്പര്യം പേറുന്നവരാണെന്ന് അവകാശപ്പെടുമ്പോൾ ആരാണ് ഈ സമുദായത്തെ കമ്മ്യൂണിസത്തിന്റെ പേരിൽ രണ്ടാക്കി പിളർത്തി മാറ്റിയതെന്നും പിന്നീട് അത് ഒരുമിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ, ബഹുദൂരം അതിന്റെ നീക്കുപോക്കുകൾ നടന്നുകൊണ്ടിരിക്കെ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പിളർപ്പിന് ആക്കം കൂട്ടിയത് ആരാണ് എന്ന് ചിന്തിച്ചാൽ ഇവരാണോ ഉമറാക്കളുടെ പരിവേഷമണിഞ്ഞുകൊണ്ട് സമുദായത്തിനകത്തേക്ക് വീണ്ടും ഉദ്ധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് എന്ന് നമ്മൾ ആശ്ചര്യപ്പെടുകയാണ്. ഇത്തരം സംഭവങ്ങളുടെയൊക്കെ വിശദമായ വിവരങ്ങൾ, ചില അപ്രിയ സത്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയേണ്ട സാഹചര്യം ദയവ് ചെയ്ത് പ്രിയപ്പെട്ട നേതാക്കൾ അത് വരുത്തി വെക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ എവിടെ മീറ്റിംഗ് വെച്ചാലും ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമല്ല. ഒരു പ്രമേയം കാണാതെ നമ്മളിങ്ങനെ ഒരു ത്രില്ലില്ലാതെ പോകുന്ന നേരത്താണ് ബഹുമാന്യനായ നമ്മുടെ സാഹിബ് കയറി വന്ന് ഒരു പ്രമേയം അവതരിപ്പിച്ചു പോയത്. അതോടുകൂടെ ഒരു ത്രില്ലടിപ്പിക്കാതെ ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയിൽ ഏകദേശം ഒരു കോമഡിയൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്ന നേരത്ത് ഒരല്പം ചിരിക്കാനും ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും എൻജോയ്മെൻറ്റിനുമൊക്കെയുള്ള ഒരു വക അദ്ദേഹം അങ്ങനെ നൽകിപ്പോയി. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചിരിക്കാനുള്ള ഒരു വക നൽകിപ്പോയതിന് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതി എന്ന് പറയിപ്പിക്കുന്നിടത്തേക്ക് എത്താനുള്ള കാരണം വളരെ മഹത്തരമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനത്തെ അതിൻ്റെ ഭരണഘടന തിരുത്തി, ആ പ്രസ്ഥാനത്തിന് കീഴിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തിന്റെ ഭരണഘടന തിരുത്തി, ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉമറാക്കൾ എന്ന ഒരു നിർവചനത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നൊരു പ്രത്യേക രാഷ്ട്രീയക്കാരെ മാത്രം തിരികെ കയറ്റിയപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഭവിക്കുന്നത്. സ്ഥാപനത്തിലെ കുട്ടികളെ വെച്ച് പരിപാടി വിജയിച്ചു എന്ന് ലേബൽ ഒട്ടിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയതിന്റെ കാരണം അതുകൂടിയാണ്. ആമുഖത്തിൽ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി, ആ ബാപ്പുട്ടി ഹാജി നിങ്ങൾ ഈ പറയുന്ന ഉമറ കൂട്ടായ്മയുടെ ബദ്ധവൈരിയായിരുന്നു. തിരുരങ്ങാടിയിൽ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചതും നിങ്ങൾ ഉമറാക്കൾ എന്ന് പരിവേഷം നൽകുന്ന പ്രസ്ഥാനത്തിനെതിരെ അദ്ദേഹം നിലയുറപ്പിച്ചതും അവരുടെ പുത്തനാശയക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ അതിന്റെ നേതൃത്വത്തിലുള്ള പുത്തനാശയക്കാർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുകയും ഒക്കെ ചെയ്തത് 2004 നിങ്ങളുടെ സ്ഥാപനം തന്നെ പുറത്തിറക്കിയ പുസ്തകത്തിൽ ബാപ്പുട്ടി ഹാജി വഴിയൊരുക്കിയ ജീവിതം അതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ മഹാനായ മനുഷ്യന്റെ സമീപത്തിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ കൊഞ്ഞനം കുത്തിയത്. ചെറുശ്ശേരി ഉസ്താദിനെ പച്ചക്ക് നിങ്ങളുടെ ഈ ഒരു നിർവചനത്തിന്റെ അകത്തുപ്പെട്ട ഉമറാക്കളിൽപ്പെട്ടവർ പുച്ഛത്തോടുകൂടി സമീപിച്ച രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ചെറുശ്ശേരി ഉസ്താദിന്റെ സമീപത്തിരുന്നു കൊണ്ടാണ് സമവായ ചർച്ചയുമായി വന്നവർക്കെതിരെ കുലക്കാത്ത വാഴയുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് മുഖത്തടിച്ച ബഹുമാനപ്പെട്ട ആ മഹാനായ സാത്വികനായ സൈനുൽ ഉലമയുടെ സമീപത്തിരുന്നു കൊണ്ടാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തിയത്. സമസ്തയുടെ ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ സമസ്തയെ ശക്തിപ്പെടുത്താനും സമസ്തയുടെ മഹല്ല് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും സമസ്തയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും അത് പ്രബോധനം ചെയ്യാനും സമസ്തയുടെ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. UAEയിൽ സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ് നടക്കുന്ന സന്ദർഭം ഓർത്തുപോവുകയാണ്. ആ പരിപാടിയിലേക്ക് പങ്കെടുക്കേണ്ട കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരെ വിളിച്ചു മുടക്കിയവർ, ആ മുടക്കൊക്കെ ലംഘിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്ത ശ്രീമാൻ മുരളീധരനെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്ന് വിലക്കിയവർ ഇത്രമേൽ കൂച്ചുവിലം കിട്ടു. ഒരു മീഡിയ സെഷനിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പോയി. അദ്ദേഹം മനസ്സ് തുറന്നതൊക്കെ കേൾക്കുമ്പോൾ ഇവരാണ് ഉമറാക്കൾ, സമസ്തയുടെ സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടി രാവും പകലും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന ഇവരാണ് ഉമറാക്കൾ. ഇങ്ങനെ എത്രയെത്ര അപ്രിയ സത്യങ്ങൾ നമുക്ക് വിളിച്ചു പറയേണ്ടി വരും. സുന്നി യുവജന സംഘം നടത്തിയ ക്യാമ്പയിനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സലഫിസത്തിനെതിരെ, ഐസിസിനെതിരെ, ഭീകരവാദത്തിനെതിരെ. IS സലഫിസം ഫാസിസം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ കൊണ്ടുവന്നു. പരാജയപ്പെടുത്താൻ അണിയറയിൽ ശ്രമം നടത്തിയവർ, അതിന് പാണക്കാട്ടെ ആദരണീയനായ സയ്യിദിനെ പോലും ഉപയോഗിച്ചവർ. പക്ഷേ അള്ളാഹു ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതിൻ്റെ ലക്ഷ്യം ഈ ഒരു ഐഡിയോളജിയെ പ്രചരിപ്പിക്കുക എന്നതാണ്.
അത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കിയിട്ടല്ല. അതുകൊണ്ട് തന്നെ സമസ്ത സംഘടന അത് അതിന്റെ ദൗത്യം നിർവഹിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തക്ക് അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ചയേ ഇല്ല. സമസ്തക്ക് ഇവിടെ അള്ളാഹുവിന്റെ ശരീഅത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായം നൽകുന്നവരാരോ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ദീനിനെതിരല്ലാത്ത കാര്യങ്ങളിൽ അവരോട് സഹകരിച്ചു പോവുകയും ചെയ്യുക എന്ന നിലപാടാണ്. ആ നിലപാട് സമസ്ത സ്വീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഉമറാക്കളുടെ കൂട്ടായ്മ, അവരെ ശാക്തീകരിക്കുക, അവരെ സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഘടകമായി സമസ്തയുടെ ഒരു പോഷക ഘടകം മാറുന്നതിൽ നമ്മളൊക്കെ വല്ലാതെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ, സമസ്തയെ സഹായിക്കാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സഹായിക്കാൻ ആരാണോ കൂടെ നിൽക്കുന്നത് അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക.